എന്ന് പറയുന്നത് പാക്കിൻ്റെ ആക്വാ ബ്ലാസ്റ്റ് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ മിനി ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഒരു എന്താ പറയുക, ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആൻ ആക്വാ ബ്ലാസ്റ്റ്. ഇറ്റ്സ് ഫ്രം പാക്ക്. ഞാൻ പറഞ്ഞ പോലെ പാക്കിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇറ്റ്സ് എ വർത്ത് ഫോർ മണി. സോ ഇങ്ങനൊരു അടിപൊളി ഇത് ഞാൻ മോയ്സ്ചറൈസർ കഴിഞ്ഞാലും പാക്കേജ് കളയില്ല. എനിക്കത് ഇതൊരു ഗ്ലാസ് പാക്കേജിങ് ആണ്. ഇതിൻ്റെ മേലത്തെ ലിഡ് വരുന്നത് ഒരു എന്താ പറയുക പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ ഒപ്പം ഇങ്ങനൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹൈജീനായിട്ട് ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. ഇതൊരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇതിങ്ങനെ ലിഡ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ ലിഡ് കൂടി ഉണ്ട് കേട്ടോ. ഇതാ അയ്യോ ഇത് കണ്ടോ, ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. അടിപൊളിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. ഒരു പേഴ്സണൽ യൂസിനാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പോൺസിൻ്റെ ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ഉണ്ട്. അതും ഓയിലി സ്കിന്നിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മീൻസ് ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സക്സസ് ആയ കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് നല്ലൊരു ഇതാണ്, മീൻസ് നല്ലൊരു മോയ്സ്ചറൈസറാണ്. കമ്മിങ് ടു ദ ഫൈനൽ പാർട്ട് ഓഫ് ദ വീഡിയോ. ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് എനിക്ക് വന്ന ഒരു ലക്ഷറി പാക്കേജിങ് ആണ് കേട്ടോ. ഇത് ലക്ഷറി പാക്കേജിങ് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഓൾ ഫ്രം മാക്കിൻ്റെ പ്രൊഡക്ട്സ്. നമ്മൾ അതുപോലെ ഹുദ ബ്യൂട്ടിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് നൈക്കയിലുണ്ട് ഇങ്ങനെ ലക്ഷറി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. ആ ലക്ഷറി സ്റ്റോറിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പാക്കേജിങ് കുറച്ചുകൂടെ ഒരു ബെറ്റർ പാക്കേജിങ് ആയിരിക്കും കമ്പാരാറ്റീവ്ലി നമ്മൾ ബാക്കിയുള്ള പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത്. അപ്പോൾ അതിന് വന്നിട്ട് എനിക്ക് ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ വന്നത് ഒരു കാർട്ടൺ ബോക്സിൻ്റെ ഉള്ളിൽ മറ്റേ ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ടൊരു പേപ്പർ വരുമല്ലോ, ആ പേപ്പറിൽ കവർ ചെയ്തിട്ടായിരുന്നു. ഇത് ആ കാർട്ടൺ ബോക്സിൻ്റെ മേലെ നൈക്കൻ്റെ ഒരു കവറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് അൺബോക്സ് ചെയ്തിട്ടില്ല, കണ്ടാൽ തന്നെ മനസ്സിലാകും. നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ശരിക്കും ഞാൻ ഈ നൈക്കൻ്റെയും ഇതിൻ്റെയും തമ്മിലുള്ള മീൻസ് ലക്ഷറി പാക്കേജും തമ്മിലുള്ള ഡിഫറൻസ് അറിയുന്നത് നക്ഷത്ര നാഗേഷ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട്. സീരിയൽ ആർട്ടിസ്റ്റാണ്, അതുപോലെ ആങ്കറാണ്. ആളാണ് ഇങ്ങനെ ലക്ഷറി പാക്കേജിങ്ങിൻ്റെ ഔട്ടർ കവറിനെ കുറിച്ച് ഡിസൈൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. എന്താ വരാത്തത്. അപ്പം അത് കണ്ടപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഇതിങ്ങനെയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. യെസ്, ഇറ്റ്സ് നൈക്ക ലെക്സ് ദ ലക്ഷറി സ്റ്റോർ എന്ന് പറഞ്ഞ് തരുന്ന ഒരു ക്യൂട്ട് ബോക്സാണ് ഇത്. എന്ത് ലക്ഷറി പാക്കേജ് ആണെങ്കിലും ബില്ല് വെക്കാൻ മറക്കാത്ത നൈക്ക. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ മീൻസ് ഈ കാർട്ടൺ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു കവറൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിലാണ് പ്രൊഡക്ട്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പർച്ചേസ് ചെയ്ത ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്റ്റ്. ഇതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെയും കയ്യിൽ ഉണ്ടാവുന്ന ഒരു മസ്റ്റ് ഹാവ് കോമ്പാക്റ്റ് ആണ് മാക്കിൻ്റെ ഈ ഒരു സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്റ്റ് പൗഡർ. ഇപ്പോൾ ബ്രൈറ്റ്സിനൊരു ടച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്ത് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒറ്റ പ്രൊഡക്റ്റ് വെച്ച് ടച്ച് ചെയ്താൽ തന്നെ എല്ലാം ഓക്കെ ആകും. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് വരും. ഇതാണ് പ്രൊഡക്റ്റ്. ഇവിടെ മിറർ ഉണ്ട്. ഇതൊരു NC42 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഒരു മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് പറ്റുന്ന ഷെയ്ഡാണ്. ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, എനിക്ക് യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. ഇതിനൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ച് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിലൊരു സംഭവമുണ്ട്. മീൻസ് കണ്ടോ, കാണുന്നുണ്ടോ? ഇത് എൻ്റെ അറിവിൽ ഇതെങ്ങാനും വെറ്റാവുകയോ ഇതിലെന്തെങ്കിലും സ്മെല്ല് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതന്നെ മറ്റെന്താണ് ഇതിൻ്റെ സ്മെല്ല് എന്തെങ്കിലും പുറത്തേക്ക് പോകാനായിരിക്കണം ഈ കുറേ ഹോൾസ് കൊടുത്തിട്ടുണ്ടാവേണ്ടത് എൻ്റെ നീക്കുമനസ്സിൽ.
അപ്പം മാക്കിൻ്റെ ഒരു സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് NC42. ഇറ്റ്സ് എ കോമ്പാക്റ്റ് ഫോർ മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ കേട്ടോ. അടുത്തത് NC45 എന്നുള്ള ഒരു എന്താ പറയുക മാക്കിൻ്റെ തന്നെ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാക്കിൻ്റെ ഫൗണ്ടേഷനിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ അപ്പോഴേ കാണിച്ച പാക്കിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനിൽ വരെ അതുപോലെ ഇപ്പോൾ നമ്മളൊരു 200 റുപ്പീസിന് വാങ്ങുന്ന ഫൗണ്ടേഷൻ, ഒരു ഫിറ്റ്മി ഒക്കെ നമ്മൾ 400 റുപ്പീസിന് വാങ്ങുന്നു, അതിന് എല്ലാത്തിനും പമ്പ് പാക്കേജിങ് ഉണ്ട്. ഇറ്റ്സ് നിയറർ ടു 4000 റുപ്പീസ്. ഈ 4000 റുപ്പീസ് കൊടുത്തിട്ട് ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇതിന് ഒരു പമ്പ് പാക്കേജിങ് ഇല്ല. ഇത് നമ്മൾ ഒരു പമ്പ് പാക്കേജിങ്ങോ അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് അപ്ലിക്കേറ്റർ പോലെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലോ, അതുപോലും ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളിത് കണ്ടോ, ഇത് ജസ്റ്റ് ഒരു അടപ്പ് മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു സ്പാച്ചിലേക്ക് അല്ലെങ്കിൽ മേക്കപ്പ് പാലറ്റിലേക്ക് ഒഴിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇതിനൊരു പമ്പ് പാക്കേജിങ് എന്തുകൊണ്ടാണ് ഇവർ കൊടുക്കാത്തത്? ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് അറിയില്ല. ചെറിയ ചെറിയ ബ്രാൻഡ്സ് പോലും എന്താ പറയുക, ഒരു പമ്പ് യൂസ് ചെയ്ത് ആണ് അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം മേ ബി. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ആക്കുന്നു, അതിൽ കുറേ പ്രൊഡക്ട്സ് പുറത്തേക്ക് വരുന്നു. നമ്മൾ ഹൈജീൻ ആലോചിച്ചിട്ട് ഇത് തിരിച്ച് നമ്മൾ ഇതിലോട്ട് ഇടുന്നില്ല. അപ്പോൾ അത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം കഴിഞ്ഞു പോകും. അതായിരിക്കാം ചിലപ്പോൾ അവരുടെ മനസ്സിൽ. അത് അത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോകുമ്പോൾ ആ ഒരു ഷെയ്ഡ് നമ്മൾ പിന്നെയും പെട്ടെന്ന് വാങ്ങുന്നു. അപ്പോൾ അവരുടെ സംഭവം പെട്ടെന്ന് സെയിലാവുന്നു. മേ ബി അതായിരിക്കാം അവരൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്ത് തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും ഇത് ഫുൾ മെസ്സാണ്. ഒരു ബ്രൈറ്റ്സ് നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലാവും. ഒരു ടോട്ടൽ മെസ്സാണ് ഈ പ്രൊഡക്റ്റ്. പക്ഷെ പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. ഒരു ഹൈ കവറേജ് തരുന്ന ഓയിലി സ്കിന്നിനൊക്കെ ഡ്രൈ സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ് ഇത് തരുന്നത്. ഒരു സാറ്റിൻ ഫിനിഷാണ് കേട്ടോ. SPF 15 ഒക്കെ ഉള്ളൊരു ഫൗണ്ടേഷനാണെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഇതിനൊരു ഡിഫക്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ ആയി വാങ്ങണം എന്ന് ആലോചിച്ച് കൊണ്ടിരിക്കുന്നത് മാക്കിൻ്റെ പ്ലസ് പ്രൈമാണ്. ഇതൊരു എന്താ പറയുക സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. നമുക്ക് ഇത് ബിഫോർ മേക്കപ്പും യൂസ് ചെയ്യാം, ആഫ്റ്റർ മേക്കപ്പും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു മേക്കപ്പ് ലവേഴ്സ് മസ്റ്റായിട്ട് ഇത് കണ്ടിട്ടുണ്ടാകും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ മാക്കിൻ്റെ പ്ലസ് പ്രൈം. നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇറ്റ്സ് ആക്ട് ആസ് എന്താ പറയുക, ഒരു ടോണറായിട്ട് ആക്ട് ചെയ്യും, ഒരു പ്രൈമറായിട്ട് ആക്ട് ചെയ്യും, ഒരു സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഹുദ ബ്യൂട്ടിൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതൊരു നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ അപ്പുറത്തോ മാറി അത് സെറ്റ് ആവുന്നില്ല, നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഈസി ആക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇടയിലിടയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മേക്കപ്പിൻ്റെ ഇടയിലും യൂസ് ചെയ്യാം, ബിഫോർ യൂസ് ചെയ്യാം, ആൻഡ് അറ്റ് ലാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മാക്കിൻ്റെ പ്ലസ് പ്രൈം. ഇതിന് 1900 സംതിങ് ആണ് റേറ്റ് വരുന്നത്. 2450 റുപ്പീസാണ് MRP കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ സെയിൽ വന്നപ്പോൾ 1900 ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് ഫോർ 100 ml പ്രൊഡക്റ്റ് കേട്ടോ. അപ്പം ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതല്ലാതെ ഞാൻ കുറേ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഇതെല്ലാം കാണിച്ച് ഞാൻ അടുത്തൊരു ഹോളായിട്ട് കാണിക്കാം. പിന്നെ കുറേ പേര് ചോദിച്ചു ഒരു സ്റ്റാർട്ടിങ് അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനൊരു അപ്കമിങ് ആണ്. ഞാൻ കുറേയൊന്നും ആയിട്ടില്ല ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, കുറച്ചായിട്ടുള്ളൂ. ഞാനും എൻ്റെ വാനിറ്റി മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു വാനിറ്റി ബാഗ് വാങ്ങിയിട്ടുണ്ട്, ഞാൻ അതും കാണിച്ചു തരാം. ഇനി ഞാൻ ഇവിടെ ഇരുന്ന് ഡിഫൈൻ ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ ഞാൻ തല്ലിക്കൊല്ലും. സോ ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇനിയും കുറേ സാധനം വാങ്ങിയിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത്രയും ലെങ്ത് ആയിപ്പോവും. ഇതിപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും ചെയ്യാനുള്ളത് ആയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ലാഗാവും. പ്രോഡക്റ്റ്സ് കുറച്ചാണെങ്കിലും സംസാരിച്ചിരിക്കുന്നതിൽ ലാഗാവുന്നുണ്ട്. സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. മീൻസ് ഒന്ന് ഇൻസ്റ്റഗ്രാമിലോ സഹ്റാഷ് ബ്യൂട്ടി മേക്ക് ഓവർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് സുഹ്റ ആഷിഖ് എന്നാണ് പേഴ്സണൽ ഐഡിയ.
ഞാൻ 2 ഐഡിയും ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പം അതിൽ ഐഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണ്, ഞാനിപ്പോൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കിങ്ങനെ കമൻസിൽ ഈ പ്രൊഡക്ട്സ് ലിങ്ക് തരുമോ, ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് കിട്ടുന്നില്ലല്ലോ, നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ലിങ്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഇങ്ങനെ അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റിന് പറ്റുന്ന വീഡിയോ ചെയ്യുമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്താണ് ആൾക്കാർ, മീൻസ് വ്യൂവേഴ്സ് കാണുന്നുണ്ട് എൻ്റെ വീഡിയോ, അതുപോലെ ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റ് അവർക്ക് റിലേറ്റബിൾ ആവുന്നുണ്ട് എന്നൊരു തോട്ട് എനിക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. അല്ലെങ്കിൽ ഞാൻ അതങ്ങനെ വിട്ടിട്ടുണ്ടാകും, ചെയ്യാൻ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല മേ ബി. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ബ്യൂട്ടി ഹോൾസൊക്കെ കാണാനും പുതിയ പ്രൊഡക്ട്സൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ കുറച്ചും കൂടെ ഈഗർലി ആയിട്ടുള്ള മേക്കപ്പ് ലവേഴ്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്രൈഡൽ മേക്ക് ഓവർ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, അതും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.